അയ്യോ, ഇത് തല എന്തോ പോലെ. അല്ല, ഞാൻ എന്താ വീട്ടിലല്ലേ ഇപ്പോൾ? അപ്പം നമ്മ അടാ ഞാൻ ഇതെന്താ സ്വർണ്ണക്കെട്ടാൾ ഇങ്ങനെ കിടന്ന് കറങ്ങണ ഇവിടെ? കുറേ സ്വർണ്ണക്കെട്ടാളുണ്ടല്ലോ കിടന്ന് കറങ്ങണായി. ഇതെങ്ങനെ സ്വർണ്ണക്കെട്ടാൾ കിടന്ന് കറങ്ങണ ഇവിടെ? എന്തിനാ ഇപ്പോൾ കറങ്ങണ സ്വർണ്ണക്കെട്ടാൾ? ഇതെന്താ ഇവിടെ ഒരു ലെറ്റർ എടുക്കണേ? നിങ്ങൾ 100 സ്വർണ്ണ നാണയങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങളെ നിങ്ങളുടെ ശരിക്കുമുള്ള സ്ഥലത്തേക്ക് ആക്കുമുള്ളൂ. ഉഡായിപ്പ് കാണിച്ചാൽ നിങ്ങളെ ഞങ്ങൾ ഇവിടെ തന്നെ പൂട്ടിയിടുമാടാ. ഇവിടെ തന്നെ എന്നെ പൂട്ടിയിട്ട ഞാൻ പെടും. എന്തായാലും ഇവിടുത്തെ പൈസ ഒക്കെ എടുക്കട്ടെ, വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ പൈസയും. ഞാൻ പെട്ടെന്ന് വണ്ടി കയറിയിട്ട് പൈസകളൊക്കെ പെട്ടെന്ന് പോയി എടുക്കട്ടെ. ഞാൻ ആയിരിക്കും നല്ലത്. 2000 years later. ഇത്ര നേരം ഞാൻ 100 ടോക്കണൊക്കെ എടുത്ത്. പക്ഷെ എന്താ എന്നെ രക്ഷപ്പെടുത്താത്ത ആരും? എന്തായാലും ഒന്ന് എയർപോർട്ടിൽ പോയി നോക്കാം. ഇവിടെ പ്ലെയിനിലേക്ക് കയറാൻ പറ്റിയ ഡയറക്റ്റ് ഇന്ത്യക്ക് എളുപ്പമായിട്ട് പോകാൻ പറ്റും. വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. ഈ വണ്ടീനെ എന്തായാലും ഇവിടെ തന്നെ വെക്കേണ്ടി വരും. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. പ്ലെയിനിൽ കയറാൻ പറ്റുമോ? യെസ്, അവസാനം പ്ലെയിനിൽ കയറി. എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടട്ടെ. പ്ലെയിൻ ഓടിക്കാനൊക്കെ അതിനറിയില്ലല്ലോ. വലിയ ഡോണാന്നിട്ട് കാര്യമില്ല. എനിക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിയില്ല. മോളിക്കൊക്കെ താഴ്ത്തിയൊക്കെ കൈക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിയില്ല. ഞാൻ എന്തെങ്കിലും ഓടിച്ചിട്ടൊന്ന് പറപ്പിക്കട്ടെ ആദ്യം. അങ്ങനെ അവസാനം പറന്ന് അങ്ങനെ എങ്ങനെയാലും ഒന്ന് കേരളത്തിലേക്ക് പോട്ടെ പെട്ടെന്ന്. A few moments later. അവസാനം ഞാൻ കേരളത്തിലെത്തി. പക്ഷേ ഇവിടെ വണ്ടിയൊന്നും ഇല്ലല്ലോ. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്ന് ഇനി വീട്ടിലേക്ക് പോകാൻ വണ്ടി കിട്ടി മക്കളെ. ആരുടെ വണ്ടിയാണെന്ന് എനിക്കൊരു കുഴപ്പമില്ല. വണ്ടിയിലാണ്ട് കയറുക, വണ്ടി എടുത്ത് പോവുക. ആരുടെ വണ്ടിയായാലും കുഴപ്പമില്ല. പണ്ടൊക്കെ ഇങ്ങനെ എളുപ്പമായിട്ട് ചെയ്യാം നമുക്ക്. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ. എന്നിട്ട് എയർപോർട്ട് അവിടെ, ഞാൻ അവിടെ. പെട്ടെന്ന് വീട്ടിലേക്ക് പോട്ടെ. എൻ്റെ വീടെത്തിയേ. സമാധാനം. ആ വീടൊന്ന് എത്തിയപ്പോൾ എൻ്റെ വീട്ടിപ്പോൾ ശരിയായിട്ട് തന്നെ നിൽക്കല്ലേ. എൻ്റെ കടേനൊക്കെ ആലോചിക്കുമ്പോൾ കടയൊക്കെ എന്തായിന്നാവോ? കടേൻ്റെ സെയിലൊക്കെ. വീടെത്തിയേ. സമാധാനമായിപ്പോൾ ഒന്ന് വീടെത്തിയപ്പോൾ. അല്ല, സ്റ്റാഫ് വിളിക്കണ്ടല്ലോ. സ്റ്റാഫ് എന്താ വിളിച്ചത്? ഞാനിപ്പോൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. സാറിപ്പോൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുള്ളൂ? അല്ലാതെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ ഇങ്ങനെ സെയിലിംഗ് ഒക്കെ നടക്കണ്. ഇവിടെ വമ്പൻ സെയിലാണ്. ഞാൻ ഫുള്ള് പ്രീമിയം ആയിട്ട് 2 ലക്ഷം 3 ലക്ഷം 1.5 കോടിക്ക് എല്ലാം കൊടുക്കുന്നുണ്ട് സെയിലിങ്. സാറ് പറഞ്ഞ പോലെ ഞാനിനി അങ്ങനെ തന്നെയല്ലേ വണ്ടി കൊടുക്കണ്ട സാറേ? അത് രാവിലെ തന്നെ ന്യൂസ് പേപ്പറും വിറ്റ് നടക്കണം. അത് ഇത്രയും പൊരി വെയിലെത്തും. അത് ഇത്രയും ചീത്ത സൈക്കിൾ. പൈസ കുറച്ച് വല്ല ന്യൂസ് പേപ്പറായാലും കുഴപ്പമില്ല. ഞാൻ പറന്ന് നടന്നിരുന്നു. അല്ലെങ്കിൽ നല്ലൊരു ജോലി ഇതാ. സൈക്കിളായാലും ഒരു കുഴപ്പമില്ല. അതും ആർക്കും തരാൻ വയ്ക്കില്ല. വല്ല ജോലിയാണ്. പൈസ ശേഖരിച്ച് കൊടുക്കാലിതാ. ആരവിടെ നല്ല പ്രീമിയം കാർസാട്ടാ. അതും ഫോർച്യൂണറൊക്കെ ഇവിടെ ഉള്ളത്. പ്രീമിയം ഫോർച്യൂണർ കാറൊക്കെ ഈ എന്നോട് വെച്ചോക്ക. ഏട്ടാ അവിടെ ഇല്ല നല്ല വണ്ടി. ഈ ഫോർച്യൂണറിനൊക്കെ എത്ര? ഫോർച്യൂണറിന് എത്ര? ഫോർച്യൂണറിന് ഒരു 50 ലാക്ക് വരും. നിനക്ക് എന്തായാലും മേടിക്കാൻ പറ്റൂല മോനെ. ആ താറ് പ്രീമിയം കാറാണ്.